എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകും. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകും. പ്രാർത്ഥന. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാൻ അവിടുന്ന് സഹായിച്ചു. ഈ വിശുദ്ധ ആരാധനയിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന വചനം സ്വാംശീകരിക്കുവാനും ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഈ പ്രിയജനത്തോടും അടിയനോടും മനസ്സറിയാതെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. 2025 വർഷത്തിന്റെ 12ാമത് ദിവസത്തിൽ രണ്ടാമത്തെ വിശുദ്ധ ആരാധനയിൽ നാം ദൈവ സന്നിധിയിലായിരിക്കുകയാണ്. ജീവിതത്തെ കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടം എപ്പോഴും മുൻപോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ഊർജം പകരുന്ന ഒരു അനുഭവം തന്നെയാണ്. ദൈവത്തോട് നന്ദിയുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണമെങ്കിൽ പുറകിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് ദൈവം നമ്മെയും നമ്മുടെ മാതാപിതാക്കളുടെയും വഴി നടത്തിയ ആ വലിയവനാകുന്ന ദൈവത്തിന്റെ കൃപകളെ ഒന്നൊന്നായി ഓർമ്മിക്കുകയും ഇന്ന് നാം എത്തി നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് എന്ന വിശ്വാസത്തിലൂടെ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടവരാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്ക് നൽകിയിരിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധരാകുവിൻ എന്നുള്ളതാണ്. ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ ആത്മീയമായ ഒരു അനുഭവമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണമില്ല എങ്കിൽ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് എങ്ങനെ ആരാധിക്കുവാനായിട്ട് കഴിയും? യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ സാറാഫുകൾ യഹോവയാകുന്ന ദൈവത്തെ ആരാധിക്കുന്നത് പരിശുദ്ധൻ 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 എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ദിനം തോറും ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇന്നത്തെ ചിന്തയിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അശുദ്ധമായതിൽ നിന്നും വേർപെട്ടിരിക്കുകയും ദൈവം മുൻപാകെ സമർപ്പിതവുമായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ക്രിസ്തീയ മാർഗം, ഇത് രണ്ടും നമ്മെ നയിക്കുന്നത് ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്കാണ്. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവജനവും വിശുദ്ധിയിൽ വസിക്കണമെന്നാണ് യഹോവയാകുന്ന ദൈവം ആഗ്രഹിക്കുന്നതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, ഇത് മോശയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും ഒരു പാട്ടാണ്. വിശുദ്ധിയിൽ മഹിമയുള്ള ദൈവം, ആ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്.
വിശുദ്ധനാകുന്ന ദൈവത്തെ അശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ ആരാധിക്കുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ നമുക്ക് കഴിയുന്നതല്ല. അപ്പോൾ വിശുദ്ധിയിൽ മഹിമയുള്ള ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, യഹോവയെ പോലെ വിശുദ്ധനായവൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം വിശുദ്ധനും പരിശുദ്ധനുമായ ഒരു ദൈവമാണ്. അപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ വിശുദ്ധനും യഥാർത്ഥ ദൈവവുമാകയാൽ അവന്റെ ബുദ്ധി അപ്രമേയം തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും അതിനെ നിർവചിക്കുവാൻ നമ്മുടെ വാക്കുകളാൽ കഴിയാത്തതും, വിശ്വാസത്തിന്റെ അനുഭവങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലൂടെ നമുക്കത് ദർശിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ അനുഭവമാണ്. അങ്ങനെ വിശുദ്ധനായ ഒരു ദൈവത്തെ നാം ആരാധിക്കുന്ന ദൈവജനമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെയും നാം വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവും വിശുദ്ധമായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാണ്. യഹോവയാകുന്ന ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന അരുളപ്പാടാണ്. നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും ഒരു രാജത്വ വംശവുമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് കർത്താവായ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്നവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗവും, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ വംശവുമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയിലേക്കുള്ള പ്രയാണമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് നാം എത്തിച്ചേർന്ന സ്ഥലമല്ല, എത്തുവാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ എല്ലാ മേഖലകളിലും സുവിശേഷം എത്തിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മനോഭാവങ്ങൾ എന്തായിരിക്കണം? തന്റെ പാപാവസ്ഥയെ കുറിച്ചുള്ള ബോധ്യത്തിൽ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്നു മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാഭിലേക്ക് ഓടുന്നു. അതാണ് ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവം, അഥവാ ഒരു വിശുദ്ധീകരണത്തിന്റെ യാത്ര എന്ന് നമുക്ക് ഇവിടെ പറയുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധി എന്ന് പറയുന്നത് നാം എത്തിച്ചേർന്ന സ്ഥലമല്ല, എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ്. അതിനെയാണ് പൗലോസ് പറയുന്നത്, ഒരു ക്രിസ്തീയ ജീവിതം ഓട്ടക്കളത്തിലെ ഒരു ഓട്ടക്കാരൻ പോലെയാണ്. പിന്നിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്കുള്ള ഒരു ഓട്ടം. അത് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് അനുഗ്രഹീതമായ ഒരു അനുഭവമായി ഭവിക്കും. ഇന്നത്തെ ഈ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ച് 2 ചിന്തകളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ബന്ധങ്ങളിൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കേണ്ടതായ ഒരു ആലോചനയാണ് ഇന്ന് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ഊന്നുപടിയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ സ്ഥാപിച്ച് നിലനിർത്തേണ്ടത് എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യമാണ്. പ്രത്യേകിച്ച്
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളുടെ ഊന്നുപടികളിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഈ ലോക ജീവിതവും പരിപോഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധത്തെക്കുറിച്ചും സാഹോദര്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. ബന്ധങ്ങൾ മനുഷ്യന് സുരക്ഷിതത്വവും കൂട്ടായ്മയും ആശ്രയ ബോധവും നൽകുന്ന അനുഭവങ്ങളാണ്. ബന്ധങ്ങളുടെ ഊന്നുപടികൾ നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് നിൽക്കുവാൻ പോലും കഴിയാതെ വീണുപോകുന്ന സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതയാത്രകളിലേക്ക് നാം തരംതാന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ മുറിച്ച് മാറ്റപ്പെടേണ്ടവയല്ല. ബന്ധങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട അനുഭവങ്ങളാണ്. ഇവയെ ശക്തീകരിക്കുവാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹീതമായ അനുഭവമാണ്. ബന്ധങ്ങളുടെ ശാക്തീകരണം ഈ നാടുകളിൽ അഭികാമ്യമായിരിക്കുന്നു. ഇന്ന് ബന്ധങ്ങളൊക്കെ സ്വാർത്ഥ ചിന്തകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന സങ്കുചിത അനുഭവങ്ങളിലേക്ക് തരംതാണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമെങ്കിൽ നിസ്വാർത്ഥമായ ഒരു മനോഭാവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ബന്ധങ്ങൾ വിശുദ്ധീകരണത്തിന് അനുഭവങ്ങളിലേക്ക് കടന്നു പോകേണ്ടതിന് പകരം അവിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് തരംതാവുന്നു പോകുന്നുവോ എന്ന് നാം ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളവരിലേക്ക് നോക്കുവാനല്ല ഞാൻ നിങ്ങൾക്ക് ആലോചന നൽകുന്നത്. എല്ലാവരും അവനവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ബന്ധങ്ങളുടെ വിശുദ്ധീകരണമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ബന്ധങ്ങളുമുണ്ട്, അവിശുദ്ധ ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ അവിശുദ്ധ ബന്ധങ്ങൾ കുടുംബ ജീവിതങ്ങളെ ശിഥിലമാക്കുന്നു, ബന്ധങ്ങളുടെ പവിത്രതകൾ നഷ്ടപ്പെടുത്തുന്നു, ബന്ധനങ്ങളായി അല്ലെങ്കിൽ ജീവിതങ്ങൾ തകർച്ചയിലോ ആത്മഹത്യയിലോ നിരാശയിലോ തരംതാണു പോകുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഇന്ന് ഈ ലോക ജീവിതത്തിൽ അവിശുദ്ധ ബന്ധങ്ങളെ രഹസ്യമായി പരിപോഷിപ്പിക്കുന്ന ഹൃദയത്തിന്റെ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇവിടെ അവിശുദ്ധ ബന്ധങ്ങളും വിശുദ്ധ ബന്ധങ്ങളും ഒരുമിച്ച് പോകുന്ന അനുഭവമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒന്നുകിൽ നീ വിശുദ്ധനായിരിക്കണം, അല്ലെങ്കിൽ നീ അശുദ്ധനായിരിക്കും. ഒന്നുകിൽ നിന്റെ ജീവിതത്തിലൂടെ വിശുദ്ധ ബന്ധങ്ങളെ നിനക്ക് പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയണം. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുമെന്നാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള ഒരു ജീവിതയാത്ര എപ്പോഴും അപകടകരമാണ്. അപ്പോൾ ഒന്നുകിൽ നാം വിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അവിശുദ്ധ ബന്ധങ്ങളെ താലോലിക്കുന്നവരായിരിക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അവിശുദ്ധ ബന്ധനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മുടിയനായ പുത്രനെ പോലെ ജീവിതം കൈവിട്ടു പോകുന്ന തകർച്ചയുടെ അനുഭവങ്ങളിലായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത്. ഇവിടെ വിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമെങ്കിൽ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ 6-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു എന്നാകുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധിയിലേക്ക് വളരണം, അവിശുദ്ധമായതിനെല്ലാം നാം ഉപേക്ഷിക്കണം. ഒരു 2025 വർഷത്തിന്റെ 2ാമത്തെ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവിതത്തെ ഒരു വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ നാം ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഈ 2025 വർഷം നമ്മുടെ ജീവിതത്തെ
ദൈവം വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഈ വിശുദ്ധീകരണം സംഭവിക്കേണ്ടത് 3 തലങ്ങളിലാണ്. ഒന്നാമത് അവനവന്റെ മനസ്സാക്ഷിയിൽ, അവനവന്റെ മനസ്സിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്റെ ജീവിതത്തെ മലീമസമാക്കുന്ന അവിശുദ്ധ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും എന്റെ ജീവിതം തടയപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഏതെങ്കിലും ചിന്തകൾക്ക് എന്റെ ഹൃദയത്തിന് സ്ഥാനമുണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്നുള്ളതാണ്. നാം ഓരോരുത്തരും നമ്മുടെ വകയല്ല, ദൈവത്തിന്റെ കൈപ്പണിയാൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരങ്ങളാണ്. ഈ മന്ദിരങ്ങളിൽ ദൈവത്തിന് വസിക്കണമെങ്കിൽ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കേണ്ടതായ ഒരു അനുഭവം എന്ന് പറയുന്നത് സകലവിധ ദുർനടപ്പുകളും സകലവിധ അശുദ്ധികളും അവിശുദ്ധ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഓരോ വ്യക്തികളും അവനവനെ നയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനൊരു പ്രയോജനമില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമത് അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് കരുതുവാനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ആലോചന നൽകുന്നത്. ഒന്നാമത് തന്നോട് തന്നെയുള്ള ഒരു ബന്ധത്തിൽ വിശുദ്ധരായിരിക്കും. രണ്ടാമത് മറ്റുള്ളവരോടുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളുടെ 3 വഴികളിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. ഈ ബന്ധങ്ങൾ വിശുദ്ധമായിരുന്നാൽ മാത്രമേ അതിനെ നമുക്ക് പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയൂ. അപ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഭാര്യ ഭർത്തൃബന്ധം, അത് വിശുദ്ധമായിരിക്കണം. അവിശുദ്ധിയുടെ ഒരു അനുഭവങ്ങളും അതിന്റെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ പാടുള്ളതല്ല. മക്കൾ മാതാപിതാക്കൾ ബന്ധവും വിശുദ്ധമായിരിക്കണം. ഇന്ന് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഒന്ന് സ്വയം സഹിക്കുവാനും ക്ഷമിക്കുവാനും വന്നുപോയ വിള്ളലുകളെ പരിഹരിച്ച് മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിന്റെ പരിശുദ്ധി നാം കാത്തു സൂക്ഷിച്ച ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരാനാണ് ദൈവവചനം നമുക്ക് ആലോചന നൽകുന്നത്. മൂന്നാമത് നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കണം. സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള സാഹോദര്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിന് അനുഭവിക്കുന്ന ആളുകൾ ആവശ്യമായിരിക്കുന്നു. അതോടൊപ്പം സഹവിശ്വാസികളുമായുള്ള ആത്മീയ ബന്ധത്തിലും ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എന്റെ നിലനിൽപ്പിന് വേണ്ടി എന്റെ സഹോദരനെ ഞാൻ ഉപയോഗിക്കുന്നതല്ല, സഹവിശ്വാസികളുമായുള്ള ഒരു ആത്മീയ ബന്ധം എന്ന് പറയുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും സഹവിശ്വാസികളുടെ നന്മകൾക്ക് വേണ്ടി ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് അതേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവസാനമായി നമ്മുടെ സാമൂഹിക ജീവിതവും ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളായിരിക്കണമെന്ന് അതേ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത് മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്, അതായത് നാമും ദൈവവുമായുള്ള ബന്ധം. ഇത് പലപ്പോഴും നാം ദൈവവുമായുള്ളതായ ബന്ധത്തിൽ പലതരമായിരിക്കുന്ന വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവവുമായുള്ള ആത്മീയ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ എനിക്ക് കഴിയാതെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും പ്രലോഭനങ്ങളിലും എന്റെ ജീവിതവും എന്റെ ശരീരവും അത് ഇങ്ങനെ ചേർന്ന് പോകുന്ന അനുഭവങ്ങളാണോ എന്നൊക്കെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവവുമായുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം, പരിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ദർശിക്കുവാനും ആ ദൈവവുമായി ഒരു വിശുദ്ധ ബന്ധത്തിലേക്ക് നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുകയും അവിശുദ്ധ ബന്ധങ്ങളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നിൽക്കുകയും ചെയ്താൽ അത് ബന്ധങ്ങളിൽ നമുക്ക് വിശുദ്ധരായി ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചിന്ത ധാർമ്മികമായി വിശുദ്ധരായിരിക്കും എന്നുള്ളതാണ്.
ഇന്ന് ധാർമ്മിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ലോകം, അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഇവിടെ ദുർനടപ്പുകളിൽ നിന്നും ഒരു വേർപെട്ട വിശുദ്ധീകരണ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനകളാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. ഒരു ദൈവ പൈതലിന് ആവശ്യമായത് അത് ദുർനടപ്പുകളിൽ നിന്നൊഴിഞ്ഞ് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിത യാത്രയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കാതെ, പാപികളുടെ വഴിയിൽ നീ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കാതെ, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന, ദുർനടപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ആലോചനകളാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത് എന്നുള്ളതാണ്. നിന്റെ വിശുദ്ധ ജീവിതത്തെ മങ്ങീഭവിക്കുന്ന ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും ദുർനടപ്പുകളിൽ നിന്ന് വിട്ടുപോകുന്നു ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതായ ആവശ്യകതയെ കുറിച്ചാണ് ദൈവ വചനം നമുക്ക് നൽകുന്ന നല്ല ചിന്ത. വിശുദ്ധി ഒരു ദൈവ പൈതലിന്റെ അടിസ്ഥാന ഗുണമാണ്. നാം മറന്നു പോകരുത്. ഒരു ദൈവ പൈതൽ തന്റെ പ്രവർത്തന മേഖലയിൽ വിശുദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സഹവിശ്വാസികളോടുള്ള ജീവിതത്തിലും അതേ ഈ ഒരു വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. 24-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും എന്ന് ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുകയാണ്. അവിടെ അത് ഉത്തരമായി സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നത്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് പകരുക പ്രിയമുള്ളവരെ. ധാർമ്മികമായ ഒരു വിശുദ്ധി എന്ന് പറയുമ്പോൾ പരമാർത്ഥതയിൽ നടക്കുക എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ജീവിതം മുമ്പോട്ട് നയിക്കുക. ഇന്ന് നാം എല്ലാവരും അഭിനയിക്കുവാൻ കഴിവുള്ള കഥാപാത്രങ്ങളാണ്. നാം അഭിനയിക്കുന്ന നമ്മുടെ ഓരോ റോളുകളും ഓസ്കാറിന് അയച്ചാൽ തീർച്ചയായും ചിലപ്പോൾ നമുക്കായിരിക്കും അതിന്റെ അവാർഡുകൾ ലഭ്യമാകുക. അത്രയ്ക്ക് സമർത്ഥമായി ഭവനത്തിലും സഭയിലും വിശ്വാസ ജീവിതത്തിലും ഭാര്യാഭർത്തൃ ജീവിതത്തിലും മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലും സാഹോദര്യ ബന്ധങ്ങളിലും നാം ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് ദൈവവചനം നാം ചിന്തിക്കുന്നത്. ഇന്ന് ലോകത്തിൽ മത്തരാകുവാനും ദുർനടപ്പുകാരായി ജീവിക്കുവാനും അനേക വാതിലുകൾ തുറന്നു വച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാതിലുകളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ ലോക മനുഷ്യൻ. അതിനുവേണ്ടി യാത്ര ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യ ഹൃദയങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പുകയില, പാൻ മസാല, മദ്യം, മയക്കുമരുന്നുകൾ തുടങ്ങിയവ അധാർമിക ജീവിതത്തിന് വഴിയൊരുക്കുന്ന അശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു വിശുദ്ധീകരണത്തിലേക്കും ധാർമ്മിക ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ഇപ്രകാരമുള്ള ലോക ഇன்பങ്ങളും ഇപ്രകാരമുള്ള ദുർനടപ്പുകളും കൊണ്ട് വലിയ വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടം കൊലപാതകങ്ങൾ, മാനഹാനി, മാനഭംഗപ്പെടുത്തൽ, കുടുംബകലഹങ്ങൾ, കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക നഷ്ട
മൂല്യച്യുതിയുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നും ജീവിത മൂല്യമുള്ള ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെട്ടതായ ഒരു ജീവിത അനുഭവങ്ങളിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. വെളിപാട് പുസ്തകം 22:11-12 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പ്രിയമുള്ളവരെ നാം ഇവിടെ ചിന്തിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ വിശുദ്ധരായിരിക്കാൻ, ധാർമ്മികമായി വിശുദ്ധരായിരിക്കാൻ ദൈവത്തിന്റെ വചനം നമുക്ക് നല്ല ചിന്ത നൽകിയിരിക്കുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് നാം എത്തിച്ചേരുന്ന സ്ഥലമല്ല, നാം എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ജീവിതയാത്രയിൽ 2025 വർഷത്തിന്റെ ആരംഭ നാളുകളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയും ബഹുദൂരം മുമ്പോട്ട് യാത്ര ചെയ്യുവാനുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്നു മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയിലെ ലാക്കിലേക്കുള്ള ഓട്ടം, അത് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമായിരിക്കട്ടെ. യോഹന്നാൻ 1 പ്രകാരം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം പരിശുദ്ധനാണ്. മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എബ്രായർ എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പ്രകാരം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. 1 തെസ്സലോനിക്കർ 4:3, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ബന്ധങ്ങളിൽ വിശുദ്ധരായിരിക്കാനും ധാർമ്മികതയിൽ വിശുദ്ധരായിരിക്കാനും ഒരു വിശുദ്ധിയിലേക്കുള്ള പ്രയാണമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതം. ആ ഒരു അനുഗ്രഹീത അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.